നമസ്കാരം. ന്യൂ ലഡാക്ക് മൂവ്മെന്റിന്റെ അമരക്കാരനും പരിസ്ഥിതി പ്രവർത്തകനുമായിട്ടുള്ള സോനം വാങ്ചുക്ക് CJPക്ക് വേണ്ടി നിരാഹാര സമരം നടത്തുകയാണ്. നീണ്ട 16 ദിവസമായിട്ട് ജന്തർ മന്ദറിലാണ് അദ്ദേഹം നിരാഹാര സമരം അനുഷ്ഠിക്കുന്നത്. 16 ദിവസം എന്ന് പറയുമ്പോൾ ചെറിയ കണക്കൊന്നുമല്ല. അങ്ങനെ ശരശയിൽ ഭീഷ്മർ കിടന്നതുമാതിരി ഇദ്ദേഹം ഇവിടെ നിരാഹാര സമരം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാണ് ഈ എനർജി ഒന്ന് കിട്ടുന്നതെന്നൊന്നും അറിയില്ല. എന്തായാലും ഭയങ്കര എനർജിയാണ്. അദ്ദേഹം പറയുന്നത്, ഞാൻ മഹാത്മാഗാന്ധിയൊന്നുമല്ല, സാധാരണക്കാരനായിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഓരോ സാധാരണക്കാരനും അത് തിരിച്ചറിയണം, നിങ്ങൾ സമരം ചെയ്യണം, നിങ്ങൾക്കും ഈ ശേഷിയുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സ്വയം ബൂസ്റ്റ് ചെയ്യാനൊക്കെ ശ്രമം നടത്തുന്നുണ്ട്. ഏതായാലും സോനം വാങ്ചുക്ക്. CJPക്കാർക്ക് ഇതിലും വലിയ പണിയൊന്നും കിട്ടാനില്ല. ആദ്യം തന്നെ നല്ല പണി അഭിജിത്ത് ദീപ്കയുടെ ഭാഗത്തുനിന്നുണ്ടായി. കാരണം ആദ്യം എയർപോർട്ടിൽ വന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുമെന്നാണ് വിചാരിച്ചത്. അറസ്റ്റ് ആരും ചെയ്തില്ലെന്ന് മാത്രമല്ല, മൈൻഡ് പോലും ചെയ്തില്ല എന്നുള്ളതാണ്. പിന്നീട് നേരെ ജന്തർ മന്ദറിലേക്ക് വന്നു. ജന്തർ മന്ദറിൽ സത്യാഗ്രഹം ഇരിക്കണമെങ്കിൽ, സമരം നടത്തണമെങ്കിൽ 7 മുതൽ 10 ദിവസത്തിന് മുന്നേ തന്നെ അപേക്ഷ സമർപ്പിച്ചിരിക്കണം. ഒരു അപേക്ഷയും സമർപ്പിച്ചില്ല, എങ്കിലും അറസ്റ്റ് ചെയ്തില്ല, അനുവദിച്ചു കൊടുത്തു. എങ്ങനെയെങ്കിലും ഇത് ചെയ്ത് നടത്തിപ്പോകട്ടെ. അങ്ങനെ അറസ്റ്റ് ചെയ്ത് ഇവർ അങ്ങനെ ഹീറോയൊന്നും ആകണ്ട, ഹീറോ പരിവേഷം നിങ്ങൾക്ക് ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് സേനയുടെ കൃത്യമായ നീക്കം. അതിന് NDA സർക്കാരും സംസാരിച്ചിരുന്നു, ഒരു കാരണവശാലും ഒരു പ്രകോപനവും ഉണ്ടാക്കരുതെന്ന്. അങ്ങനെ പ്രകോപനം ഉണ്ടാക്കി മാത്രമായി ഇവർ ഹീറോയായി മാറണ്ട എന്ന് അതിൽ കേന്ദ്ര സർക്കാരിന് നിർബന്ധമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അറസ്റ്റ് ഒന്നും രേഖപ്പെടുത്തിയില്ല, അറസ്റ്റ് ചെയ്തില്ല. എന്തായാലും അതിനുശേഷം ഇങ്ങനെ ഓരോരോ ഗിമിക്കുകളായിട്ട് കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ സോനം വാങ്ചുക്കിൻ്റെ നേതൃത്വത്തിലുള്ള 16 ദിവസത്തെ സത്യാഗ്രഹവും കൂടി ആയപ്പോൾ ആകെ മൊത്തം പൂർത്തിയായിട്ടുണ്ട്. എന്തായാലും ഈ പരിഷ്കാരങ്ങളും പരിഹാസങ്ങളും ഒക്കെ ഏറ്റുവാങ്ങുന്നുണ്ടെങ്കിലും അവർ നിരന്തരം ഇതിൻ്റെ പുറകെയാണ്. ഇപ്പോൾ കുറച്ച് ആൾക്കാരേ ഉള്ളൂ, കുറച്ചധികം ആൾക്കാർ കൊഴിഞ്ഞുപോയി. ഏറെക്കുറെ നിശബ്ദവും അതോടൊപ്പം തന്നെ സീറ്റുകൾ ഒഴിഞ്ഞുമൊക്കെയാണ് CJP കിടക്കുന്നത്. ഒന്നും നടക്കില്ല എന്ന് ജനങ്ങൾക്ക് ബോധ്യമായിട്ടുണ്ട്. കുറഞ്ഞപക്ഷം ധർമ്മേന്ദ്ര പ്രധാനെ എങ്ങനെയെങ്കിലും ഒന്ന് മുട്ടിലിറക്കാൻ, ഒരു ദിവസമെങ്കിലും മുട്ടിലിറക്കിക്കൂടെ, ഇത്രയ്ക്ക് അത്യാഗ്രഹം പാടില്ല മോദി എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇപ്പോഴത്തെ സമരം. കുട്ടികളല്ലേ, ബുദ്ധി ഉറയ്ക്കുമ്പോൾ ശരിയാകും എന്നൊക്കെയാണ് മോദിജിയും കരുതുന്നത്. ആ രീതിയിൽ ഇങ്ങനെ സമരം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. സോനം വാങ്ചുക്കിൻ്റെ തള്ളുകൂടെ ആവിപ്പോൾ CJPക്ക് നല്ല ഒന്നാം തരം മാർക്കറ്റ്. കോമാളി മാർക്കറ്റിൽ ഇനി ഇതിൽ പരം ഒരു സ്ഥാനം CJPക്ക് ലഭിക്കാനുമില്ല. ഇവിടെ 21 ദിവസമാണ് സമരം. എന്നോടൊപ്പം അഭിജിത്ത് CJP പാർട്ടിയുടെ നേതാവ്